ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണേ. ഒരു ലൈസൻസിൻ്റെ വാലിഡിറ്റി ഡേറ്റ് അതിലുണ്ടാകും. ആ ഡേറ്റിൻ്റെ ഒരു വർഷം മുൻപ് തന്നെ നമുക്ക് വേണമെങ്കിൽ റിന്യൂവൽ ചെയ്യാവുന്നതാണ്. വാലിഡിറ്റി ടൈമിൻ്റെ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ഇത് നമ്മൾ അപ്ലിക്കേഷൻ ഇട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ മുൻപ് അപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതും നമുക്ക് ലൈസൻസ് റിന്യൂവലായിട്ട് കിട്ടുള്ളൂ. ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നതിന് 1 വർഷം വരെ നമുക്ക് ഫൈനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നിശ്ചിത ഫീസ് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. നമ്മുടെ ലൈസൻസ് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിന്യൂവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വീലർ ആണെന്നുണ്ടെങ്കിൽ 2 വീലറിൻ്റെ റോഡ് ടെസ്റ്റ്, അതുപോലെ 4 വീലർ ആണെന്നുണ്ടെങ്കിൽ 4 വീലറിൻ്റെ റോഡ് ടെസ്റ്റ്, ഹെവി ആണെന്നുണ്ടെങ്കിൽ ഹെവിൻ്റെ കാണിക്കണം. ഇതുപോലെ റോഡ് ടെസ്റ്റ് എല്ലാം നമ്മൾ ഇട്ട് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് റിന്യൂവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 5 വർഷമായിട്ടും റിന്യൂവൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എങ്ങനെയാണോ ലൈസൻസ് എടുത്ത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് 2 വീലർ ആണെങ്കിൽ 8ഉം റോഡും എല്ലാം കാണിക്കണം. 4 വീലർ ആണെന്നുണ്ടെങ്കിൽ എച്ചും റോഡും കാണിക്കണം. ഹെവി ആണെന്നുണ്ടെങ്കിൽ ടീയും റോഡും എല്ലാം കാണിക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ലൈസൻസിൻ്റെ വാലിഡിറ്റി കഴിയുന്നതിന് മുൻപുള്ള 2 ആഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ച മുൻപെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ ലൈസൻസ് കിട്ടുന്നുള്ളൂ. ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഇനി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒറിജിനൽ ലൈസൻസ്. സെക്കൻഡ് വൺ ആധാർ കാർഡ് എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ വന്നിട്ട് ഐ ടെസ്റ്റ് വേണം. പിന്നെ 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഫോം 1A എന്നൊരു ഫോം ഉണ്ടാവും, മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയും, അത് വേണം. പിന്നെ വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറാണ് ആവശ്യമുള്ളത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിന് ആവശ്യമുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യേണ്ട ടൈം കഴിഞ്ഞ് നമ്മൾ പുതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. 1 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഫൈൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. 1 വർഷം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ 1 വർഷത്തെ ഫൈൻ എമൗണ്ട് പേ ചെയ്താൽ മാത്രമായിരിക്കും ലൈസൻസ് റിന്യൂവൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ റിന്യൂവൽ ചെയ്യാമെന്നുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.